أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قلنا يا نار كوني بردا وسلاما على إبراهيم وأرادوا به كيدا فجعلناهم الأخسرين ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1045 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 69 മുതൽ 73 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قلنا يا نور كوني بردا وسلاما على إبراهيم وأرادوا به كيدا فجعلناهم الأخسرين ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 69 മുതൽ 73 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശ്രദ്ധേയമായ ദൗത്യ നിർവഹണം പരാമർശിച്ചുകൊണ്ട് ആ ചരിത്രകാണ്ഡം വിവരിക്കുകയാണ് സൂറത്തുൽ അംബിയയിൽ നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത്. പ്രവാചകന്മാരെ പലരെയും പരാമർശിക്കുന്നതിന്റെ ഭാഗമായി മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലെ ആളുകളെ അവരുടെ പൂർവിക കാലങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ദൈവിക ദൗത്യം നിർവഹിച്ചിരുന്ന പ്രവാചകന്മാരെ അവരുടെ അനുഭവങ്ങളെ ഒക്കെ കേൾപ്പിക്കുകയാണ് ഈ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയാത്തുകളിലായിട്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ ഖുറൈശികൾക്കും അവരുമായി ബന്ധപ്പെട്ട് കഴിയുന്ന അറബ് സമൂഹങ്ങൾക്കുമൊക്കെ തന്നെ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ അവര് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര പുരുഷനാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരാണ് ആ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലൂടെ അവിടെ രൂപപ്പെട്ടു വന്ന അവരുടെ ആദർശപാതയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ടു പോയിരുന്ന ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് ബഹുദൈവാരാധകരും വിഗ്രഹാരാധകരും ഒക്കെ ആയിക്കൊണ്ട് മക്കയിൽ ആ കാലത്ത് കഴിഞ്ഞിരുന്ന
ആളുകൾ. ഏതോ ഘട്ടത്തിൽ അവര് വഴിപിഴച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവും നാട്ടുകാരുമൊക്കെ ഉൾപ്പെടുന്ന ആ സമൂഹം പൂർവിക പ്രവാചകന്മാരുടെ പാതയിൽ നിന്ന് ഏതോ ഘട്ടത്തിൽ വഴിപിഴച്ചു പോയിട്ടുണ്ടായിരുന്നത് പോലെ മക്കയിലെ ആളുകളും മാർഗഭ്രംശം സംഭവിച്ചവരായി മാറിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവരെ ഉണർത്തുകയാണ്, അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വിശുദ്ധ ഖുർആന്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം നാട്ടുകാര് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോ വിഗ്രഹങ്ങളൊക്കെ തല്ലി ഉടച്ചത് താനാണോ എന്ന വിധത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോ അതെങ്ങനെ, ആ വലിയ വിഗ്രഹം തന്നെ ആയിരിക്കും, അവനല്ലേ ഞെളിഞ്ഞു നിൽക്കുന്നത്, നിങ്ങൾ ഈ തച്ചുടക്കപ്പെട്ട വിഗ്രഹങ്ങളോട് ചോദിച്ചു നോക്കൂ, അവര് സംസാരിക്കുമെങ്കിൽ അവര് തന്നെ പറഞ്ഞു തരുമല്ലോ ആരാണ് തങ്ങളോട് ഈ ദ്രോഹം ചെയ്തത് എന്ന കാര്യം എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞത്. അപ്പോ തുടക്കത്തിൽ അവർക്ക് അതൊരു നാണക്കേടായിട്ടാണ് തോന്നിയത്. വിഗ്രഹങ്ങള് സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ കഴിവില്ലാത്ത അത്രയും ദുർബലമായ ഈ വസ്തുക്കളെയാണ് തങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അവർക്കൊരു നാണക്കേടായിട്ടാണ് തോന്നിയത്. ഉടനെ തന്നെ അവരുടെ ചിന്തയും നിലപാടുകളും ഒക്കെ അടിമേൽ മറിഞ്ഞു. അവര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, ഇബ്രാഹിമെ നിനക്കറിയില്ലേ ഇവര് സംസാരിക്കുന്നവരല്ല എന്നാണ് അവര് തിരികെ ചോദിക്കുന്നത്. അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടി, ഇങ്ങനെ ഒന്നിനും കഴിവില്ലാത്ത, ഒരു ഉപകാരവും ഉപദ്രവവും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ സംഗതികളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ ആരാധിക്കുന്നവയും നിങ്ങളും തന്നെ ഈ അവസ്ഥയിൽ വളരെ അപഹാസ്യമായ നാണക്കേട് മാത്രമാണ് എന്നാണ് അവരോട് സൂചിപ്പിച്ചത്. ഉഫില്ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ല, നിങ്ങൾക്ക് വലിയ നാണക്കേടായ ഒരു സംഗതിയാണ്, നിങ്ങൾക്കും നിങ്ങൾ ഈ പൂജിച്ചുകൊണ്ടിരിക്കുന്ന തലയിലേക്ക് നടക്കുന്ന ഇതൊക്കെ. കാരണം ഒന്നിനും കഴിവില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഈ സംഗതികളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിച്ചത്. നിങ്ങൾക്ക് എന്തേ തലക്ക് വെളിവില്ലേ? നിങ്ങൾ ബുദ്ധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവരല്ലേ എന്ന നിലക്ക്. അപ്പോ തുടർന്ന് ആളുകൾ, നാട്ടിലെ പ്രമാണിമാരും നാട്ടിലെ കൈകാര്യകർത്താക്കളുമൊക്കെയായ ആളുകൾ, ഇബ്രാഹിം അവിടെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ ക്രമങ്ങൾക്ക് വലിയ ആഘാതമേൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വെല്ലുവിളി. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ രാജ്യദ്രോഹം തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തതായിട്ട് അവർ മനസ്സിലാക്കുന്നത്. രാജ്യദ്രോഹത്തിന്, സമൂഹത്തിലെ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ തകർക്കുന്ന വിധത്തിലുള്ള ഈ കടുത്ത ദ്രോഹം ചെയ്ത ആളെ ഏറ്റവും ചിന്തിക്കാവുന്ന വിധത്തിലുള്ള ഏറ്റവും കടുത്ത ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നതാണ് അവരെത്തിച്ചേരുന്ന തീരുമാനം. അവനെ കൊന്നുകളയുക, കരിച്ചു കളയുക, നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കാൻ രംഗത്ത് വരിക എന്നാണ് അവര് പരസ്പരം ഉത്ബോധനം ചെയ്ത്. ഇൻകുന്തും ഫാലീൻ, നിങ്ങളൊക്കെ വല്ലതൊക്കെ ചെയ്യാൻ മുതിരുന്നവരാണ്, കഴിയുന്നവരാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളുടെ രക്ഷയ്ക്ക് ഇപ്പോ രംഗത്ത് വരണം. ഇവനെ പിടിച്ച് തീക്കുണ്ടത്തിൽ എറിയുകയോ കരിച്ചു കളയുകയോ ഒക്കെ ചെയ്യണം. കാരണം ഇവൻ ഉയർത്തിയിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്, വലിയ രാജ്യദ്രോഹമാണ്, സാമൂഹ്യ വ്യവസ്ഥയെ അപ്പാടെ തകിടം മറിച്ച് കളയുന്ന ഒരു വലിയ അക്രമമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഇവനെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല, ഇവനെ ഇവിടെ തന്നെ തുടരാൻ അനുവദിച്ചുകൂടാ
എന്തുകൊണ്ടും ഇവനെ അവസാനിപ്പിച്ചു കളയണം എന്നതാണ് അവര് പരസ്പരം പറയുന്ന കാര്യം. സ്വാഭാവികമായിട്ടും അവർ ആ കടുങ്കൈയിലേക്ക് നീങ്ങി എന്നതാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ നമ്മൾ വായിച്ചു വെച്ചത് ഇവിടെയാണ്, ഇൻ കുന്തും ഫാഇലീൻ എന്ന വാചകത്തിന്റെ ആ ഘട്ടത്തിലാണ്. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് ഖുൽന, നാം പറയുകയുണ്ടായി. അള്ളാഹു ചെയ്തൊരു കാര്യം എടുത്തു പറയുകയാണ്. ഖുൽന, നാം പറയുകയുണ്ടായി, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലയോ അഗ്നി, നീ ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം തണുപ്പാവുക, അതുപോലെ സുരക്ഷയുമാവുക. നീ തണുപ്പും ശാന്തി സമാധാനം പകരുന്നതുമാവുക എന്നാണ് അള്ളാഹു അഗ്നിക്ക് നൽകുന്ന നിർദ്ദേശം. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അഗ്നിയോട്. ഏത് പ്രാപഞ്ചിക പ്രതിഭാസവും അതിന്റെ സ്വതസിദ്ധമായ വിധത്തിലുള്ള പ്രവർത്തനം, പ്രകൃതം കാണിക്കുന്നത് ദൈവിക കൽപ്പനയുടെ ഫലമായിട്ടാണ്. ദൈവിക കൽപ്പനയാണ് ഓരോന്നിനും അതിന്റെ പ്രകൃതം നൽകിയിട്ടുള്ളത്. വെള്ളത്തിന്റെ സ്വഭാവവും, വായുവിന്റെ സ്വഭാവവും, അഗ്നിക്ക് അഗ്നിയുടെ സ്വഭാവവും ഒക്കെ ലഭിക്കുന്നത് ദൈവികമായ കൽപ്പനയുടെ അമ്രിന്റെ ഫലമായിട്ടാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് എന്ന് ഖുർആൻ വിവരിക്കുന്നത് കാണാം. ആകാശത്ത് നിന്ന്, വാനലോകത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് നാം ഭൂമിയിലേക്ക് കൽപ്പനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അവൻ കൽപ്പനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് അവിടെ പറയുന്നത് കാണാം. ഓരോ തന്മാത്രയും, ഓരോ ശരീരത്തിലെ ഓരോ കോശവും, വളരെ സൂക്ഷ്മമായ ഓരോ ഘടകവും ദൈവികമായ കൽപ്പനകൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വിധത്തിൽ ബിഹേവ് ചെയ്യണം എന്നത് നിരന്തരമായി അതിന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക കൽപ്പനകളുടെ ഫലമായിട്ടാണ് പ്രവർത്തനക്ഷമമാവുന്നത് എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിഭീമാകാരന്മാരായ ആകാശഗോളങ്ങളോ മുതൽ ഏറ്റവും സൂക്ഷ്മമായ ഏകകോശ ജീവിയോ അതിനേക്കാൾ വലിപ്പക്കുറവുള്ള തന്മാത്രയോ അതുപോലെയുള്ളതൊക്കെയും തന്നെ പ്രവർത്തനക്ഷമമാകുന്നത്, അതിന്റെ സ്വതസിദ്ധമായ പ്രകൃതം പ്രകടിപ്പിക്കുന്നത് ദൈവിക കൽപ്പനകളെ പാലിച്ചുകൊണ്ടാണ്. ഇവിടെ അള്ളാഹു വ്യത്യസ്തമായ ഒരു പ്രകൃതം കാണിക്കാനാണ് അഗ്നിക്ക് നിർദ്ദേശം നൽകുന്നത്. കരിച്ചു കളയുക എന്നതാണ്, പൊള്ളിക്കുക എന്നതാണ് അഗ്നിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രകൃതം. ഏത് വസ്തുവും അഗ്നിയിലിട്ടാൽ കത്തി കരിഞ്ഞ് ഉരുകി, അല്ലെങ്കിൽ അതിന് വലിയ പരിവർത്തനം ഉണ്ടാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇരുമ്പ് വരെ തീ കൊണ്ട് ഉരുക്കിയെടുക്കുന്നു നമ്മൾ. അതിനൊക്കെ കഴിവുള്ള, കരിക്കാനും ഉരുക്കാനും ഒക്കെ കഴിവുള്ള സംഗതിയാണ് അഗ്നി എന്ന് പറയുന്നത്. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എറിയാൻ വേണ്ടി നാട്ടുകാര് ഒരു തീക്കുണ്ടം ഉണ്ടാക്കി. വലിയൊരു തീക്കുണ്ടം ഒരുക്കിയിട്ട് എല്ലാവരും കാണാൻ മാതൃകാപരമായി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ശിക്ഷിക്കാൻ, ആ രാജ്യദ്രോഹിയെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കാണെ നടപടി സ്വീകരിക്കുകയാണ്. അങ്ങനെയാണല്ലോ, ഇത് മാതൃകാപരമായ ഒരു ശിക്ഷയായി മാറണം. ഇനി മേലിൽ ഒരാൾ ഇങ്ങനെയുള്ള രാജ്യദ്രോഹവുമായിട്ട് രംഗത്ത് വരാൻ പാടില്ല. സമൂഹത്തിന്റെ സർവാംഗീകൃതമായ തത്വങ്ങളെയും നിലപാടുകളെയും രീതികളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും സങ്കീർണതകൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടണം. അതിന് അത്തരം ഒരു പ്രവർത്തനം ചെയ്ത
ഇബ്രാഹിമിനെ തീക്കുണ്ടത്തിൽ എറിഞ്ഞു കളയുക എന്നതാണ് അവരെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അത് നടപ്പിലാക്കുന്നതിലേക്ക് അവർ നീങ്ങി എന്ന് അനുമാനിക്കണം. അത് അനുമാനിക്കാൻ സ്പേസ് ഇട്ടുകൊണ്ടാണ് അള്ളാഹു തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആന്റെ വിവരണ ശൈലി, സ്റ്റൈൽ ഓഫ് നരേഷൻ എന്ന് പറയുന്നത് മനുഷ്യഭാവന കൊണ്ട്, മനുഷ്യരുടെ അനുമാനം കൊണ്ട് പൂരിപ്പിക്കാൻ പറ്റുന്ന പല സംഗതികളും അതിന് വിട്ടേച്ചുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോകുന്നത്. ഖുർആന്റെ അമാനുഷികതയുടെ ഒരു പ്രകടനം കൂടിയാണിത്. മനുഷ്യന്റെ രചനയിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. മനുഷ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന വിധത്തിലാണ് എന്തിനേയും വിവരിക്കുക, എന്തിനേയും വർണ്ണിക്കുക. മനുഷ്യന്റെ ആ സർഗവാസനയെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പാരായണം ചെയ്യപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു സർഗാത്മകതയാണ് വിശുദ്ധ ഖുർആന്റെ ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഈ കുണ്ടമുണ്ടാക്കി അവര് ഒരു സമയം നിശ്ചയിച്ച് ആളുകളുടെ എല്ലാവരോടുമായിട്ട് അത് വിളംബരം ചെയ്തു. ആളുകളൊക്കെ ഒത്തുകൂടി അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ പൊതുമൈതാനത്ത് തയ്യാറാക്കപ്പെട്ട തീക്കുണ്ടത്തിലേക്ക് ഇബ്രാഹിമിനെ അവരെടുത്തെറിഞ്ഞു. ഈ കാര്യമൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ വിവരണത്തിൽ എന്താണ് ഇടയ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വായിക്കുന്നതിന് ഏത് വായനക്കാരനും യാതൊരു പ്രയാസവും ഇല്ല. അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് ആണ് അള്ളാഹു കടക്കുന്നത്. കൊല്ല നാം പറയുകയുണ്ടായി, യാനാറു അഗ്നി തീയെ കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. തീ എന്നത് അറബി ഭാഷയില് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കൂനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുൻ എന്നേ പറയുള്ളൂ. അപ്പൊ കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കാര്യത്തില് ഇബ്രാഹിമിന്റെ മേൽ നീ ഒന്നാമത് ബർദാവണം. ബർദ് എന്ന് പറഞ്ഞ തണുപ്പ്, കുളിർമ പകരുന്ന സംഗതി. ബാരിദ് എന്ന് പറഞ്ഞ തണുത്ത എന്നാണ് പറയാ അറബിയിൽ. ബാരിദ് തണുത്ത ഡ്രിങ്കിന് ഷറാബ് ബാരിദ് എന്നാണ് പറയുക. തണുപ്പുള്ള ഒരു പാനീയം. അപ്പൊ ബർദ് എന്ന് പറഞ്ഞ തണുപ്പാണ്. നീ ബർദൻ, നീ തണുപ്പായി മാറണം. ആരുടെ കാര്യത്തിലാണ്? ഇബ്രാഹിമിന്റെ കാര്യത്തിൽ. സലാമൻ, സലാം എന്ന് പറഞ്ഞ സമാധാനം, ശാന്തി, സുരക്ഷ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സുരക്ഷ ഇല്ലാതായാല് ശാന്തിയും സമാധാനവും ഒക്കെയും അതിനോടൊപ്പം ഇല്ലാണ്ടാവും. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വവും സുരക്ഷയും ശാന്തി സമാധാനവും ഒക്കെ ആയിട്ട് ഈ പ്രവർത്തിക്കണം. ഇതാണ് അഗ്നിയോട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. അഗ്നിക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശം വേറെയും നമുക്ക് കാണാൻ കഴിയും ഖുർആനിൽ. നരകാഗ്നി ഹൽമിൻ മസീദ് എന്ന് ചോദിക്കുന്ന, ഹലിം തലത്ത് എന്ന് ചോദിക്കുമ്പോ നീ നിറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ ഹൽമിൻ മസീദ് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സംഭവമൊക്കെ ഖുർആനിൽ വിവരിക്കുന്നത് കാണാൻ പറ്റും. ഇത് അള്ളാഹു നരകത്തോട് എങ്ങനെ സംസാരിച്ചു, നരകം എങ്ങനെ പ്രതിവചിച്ചു എന്നതൊക്കെ നമ്മുടെ ഭൂമിയിലെ സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് വിവരിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മനുഷ്യർക്ക് പരിചയമില്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം അള്ളാഹു അവന്റെ സകല സൃഷ്ടിജാലങ്ങളുമായിട്ട് പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. തേനീച്ചക്ക് വെളിപാട് നൽകിയിട്ടുണ്ട്. പക്ഷികൾക്ക് അള്ളാഹു ദൈവികമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തേനീച്ചയോട് പർവ്വതങ്ങളില് പരതി നടന്ന് തേനീച്ച കളക്ട് ചെയ്യാനൊക്കെ നിർദ്ദേശം നൽകിയിട്ട് ഖുർആൻ പറയുന്നതാണ്. ഭൂമിയോട് അള്ളാഹു സംവദിക്കുന്ന കാര്യം നമ്മൾ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട് കാണുന്നുണ്ട്. ഭൂമി അന്ന് സകലതിനെയും വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന കാര്യവും പറയുന്നുണ്ട്.
അപ്പോ മനുഷ്യർക്ക് പരിചയമില്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം പ്രപഞ്ചത്തില് അള്ളാഹുവിന് അവന്റെ സകല സൃഷ്ടിജാലങ്ങളുമായിട്ടുണ്ട് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. നമുക്കത് കേൾക്കാനോ അറിയാനോ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ വയ്യ. അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു അനുമാനമായിരിക്കും. മാത്രമല്ല, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ഉപരിലോകത്ത് നിന്ന് കീഴ് ലോകത്തേക്ക്, ഭൂമിയിലേക്ക് അവൻ നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അവിടെ പ്രവർത്തനക്ഷമമാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തില് ആകാശഗോളങ്ങളെയൊക്കെ സൃഷ്ടിച്ചപ്പോ അവയോട് അള്ളാഹുവിന് വിധേയപ്പെടുവാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യമൊക്കെ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അവയൊക്കെ തന്നെ സ്വമേധയാ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ അനുസരിക്കുന്നതിലേക്ക് കടന്നു വന്നു. അവന് വിധേയത്വം നൽകിക്കൊണ്ട്, അവന് വിധേയപ്പെട്ടുകൊണ്ട് നിന്നു എന്നൊക്കെ ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ തന്നെ സൃഷ്ടിജാലങ്ങൾ അത് സചേതനമാവാം, അചേതനമാവാം. ഈ സൃഷ്ടിജാലങ്ങളോടൊക്കെ തന്നെ ഒരു സംവേദന സംവിധാനം, ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ട് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ള യുക്തിബോധം പലപ്പോഴും ഇത് അവിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് പല മുഫസ്സിറുകളും വളരെ തെറ്റായ വിശദീകരണങ്ങൾ ഈ ആയത്തിന് നൽകുന്നത് കാണാൻ കഴിയും. ഇതൊരു സ്വാഭാവികമായ ഒരു സംഗതിയാണ്. ഇപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ചെങ്കടൽ കടന്നു പോകാൻ, ചെങ്കടൽ പിളർത്താൻ അള്ളാഹു ഒരു നടപടി എടുത്തപ്പോ അത് വേലിയേറ്റവും വേലിയിറക്കവുമായിരുന്നു എന്ന വിധത്തിൽ വിശദീകരിച്ചുകൊണ്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പലരെയും കാണാൻ പറ്റും. അവര് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആശയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്നതാണ് വസ്തുത. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ദിവ്യത്വം എന്നതാണ് ആലോചിക്കേണ്ട ഒരു വസ്തുത. പലപ്പോഴും നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രപഞ്ച സ്രഷ്ടാവായ നാഥനിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ ഇത്തരം നടപടിക്രമങ്ങളിൽ വിശ്വസിക്കാൻ എന്ത് പ്രയാസമാണുള്ളത് എന്നത് ആലോചിച്ചാൽ അത്തരം വിഷയങ്ങളൊക്കെ താനെ ഇല്ലാതെയാകും. അപ്പൊ അള്ളാഹുവിന് തന്റെ സൃഷ്ടിജാലങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. നമുക്കത് അനുഭവവേദ്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം അവരുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നല്ല. അപ്പോ അഗ്നിയോട് അള്ളാഹു ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് ഇവിടെ. അഗ്നിയെ ചുട്ടുകൊള്ളുന്നതാക്കി മാറ്റിയതും കരിച്ചു കളയുന്നതാക്കി മാറ്റിയതും ഉഗ്രതാപമുള്ളതാക്കി മാറ്റിയതും ഒക്കെ അള്ളാഹുവാണ്. അതേ അള്ളാഹുവാണ് ഇവിടെ അഗ്നിക്ക് നിർദ്ദേശം നൽകുന്നത്. യാനാറു കൂനി ബർദൻ വസലാമൻ ആല ഇബ്രാഹിം. അഗ്നി, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിന്റെ ആ രൗദ്രതയും പാരുഷ്യവും നിന്റെ ആ താപവും അത് കരിച്ചു കളയാനുള്ള നിന്റെ ആ കരുത്തും അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടേക്ക്. ഇബ്രാഹിമിന്റെ കാര്യത്തില് നീ തണുപ്പും കുളിരും സുരക്ഷയും ഒക്കെയായി മാറും. നിന്റെ സ്വതസിദ്ധമായ പ്രകൃതം നീ പ്രവർത്തനക്ഷമമാക്കേണ്ടതില്ല എന്നാണ്. അപ്പൊ ഇബ്രാഹിമിനോടൊപ്പം വേറെയും ചിലരെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് ബൈബിളിൽ നിന്നുള്ള സൂചന. അവര് കരിഞ്ഞു പോയപ്പോ ആ അഗ്നികുണ്ഡത്തില് യാതൊരു പോറലുമേൽക്കാതെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിലക്കൊള്ളുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടത്തിൽ എടുത്തെറിഞ്ഞപ്പോ തീക്കുണ്ടം മറ്റെല്ലാറ്റിനെയും കരിച്ചു കളയാനുള്ള രൗദ്രതയും കരുത്തും അതിന്റെ അതിശക്തമായ താപവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്.
എന്നാൽ അത് ഇബ്രാഹിം അലൈഹിസ്ലാമിന് യേശുന്നില്ല എന്ന് അള്ളാഹു അഗ്നിക്ക് നൽകിയ ഒരു നിർദ്ദേശമാണ്. അതാണ് ഇവിടെ ഖുർആൻ എടുത്തു പറയുന്നത്. അറാദു ബിഹി കൈത, അവര് ഇബ്രാഹിമിന്റെ കാര്യത്തില് അവരാഗ്രഹിച്ചത് അദ്ദേഹത്തെ ഒരു കൈത് അദ്ദേഹത്തിന് നടപ്പിലാക്കാനാണ്. ഒരു തന്ത്രം, ഒരു ഉപായം നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നശിപ്പിച്ചു കളയാനാണ് അവരുദ്ദേശിച്ചിരുന്നത്. അദ്ദേഹത്തെ അപായപ്പെടുത്തുക എന്നതായിരുന്നു, ഒരു കുതന്ത്രം പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുള്ള ശല്യം ഇല്ലാതാക്കി കളയുക എന്നതായിരുന്നു അവര് ലക്ഷ്യമിട്ടിരുന്നത്. അറാദു ബിഹി കൈത, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു കുതന്ത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു കൈത് നടപ്പിലാക്കാൻ, ഒരു അപായപ്പെടുത്തുന്ന ഒരു ചെയ്തി നടപ്പിലാക്കാനായിരുന്നു അവര് പരിപാടിയിട്ടിരുന്നത്. എന്നാൽ എന്താണ് അവസാനം ആയത്? ഫജഅൽനാഹുമുൽ അഖ്സരീൻ, നാം അവരെ തന്നെ ഏറ്റവും വലിയ നഷ്ടകാരികളും പരാജിതരുമാക്കി മാറ്റി എന്നതാണ് ഇതിന്റെ ഔട്ട്കം ആയിട്ടുണ്ടായത്. ഇബ്രാഹിമിനെ എല്ലാവരും പൊക്കിയെടുത്ത് തീയിലേക്ക് അങ്ങ് എറിയുന്നതോടുകൂടി ആ ശല്യം തീർന്നു എന്ന് വരുത്തലായിരുന്നു അവരാഗ്രഹിച്ചിരുന്നതെങ്കിൽ, ഈ സംഭവം അരങ്ങേറിയതോടുകൂടി ഏറ്റവും വലിയ നഷ്ടകാരികൾ അവരായി മാറി. നേരത്തെ ഇതേ സംഭവം മറ്റൊരു രൂപത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ പ്രവർത്തനക്ഷമമായത് നമ്മൾ കണ്ടതാണ്. ഫിറോവിന്റെ മുന്നിൽ തന്റെ മൊയ്ജിസത്തുമായിട്ട് കടന്നു വന്ന മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി തറയിലിട്ട് അത്യുഗ്രൻ സർപ്പമാക്കി കൈ കക്ഷത്ത് വെച്ച് അത് വെട്ടിത്തിളങ്ങുന്ന സൂര്യ തേജസ് ഉള്ളതായി മാറി. ഇതൊക്കെ കാണിച്ചപ്പോ അത് സിഹിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാമിനെ വെല്ലുവിളിക്കുകയായിരുന്നു ഫിറോവനും കൂട്ടരും. എന്നിട്ട് മൂസ അലൈഹിസ്സലാമിനെ തറ പറ്റിക്കാൻ സമീപ ദിക്കുകളിലൊക്കെയുള്ള സാഹിറുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ നേരത്തെ വിളംബരം ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മൈതാനത്ത് മാറ്റുരക്കാൻ, രണ്ടു കൂട്ടരുടെയും ഈ വക കഴിവുകൾ മാറ്റുരക്കാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഫലം എന്താ ഉണ്ടായത്? എല്ലാവർക്കും, കൂടി നിന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഫിറോൻ കൂലി കൊടുത്തു കൊണ്ടുവന്ന ആളുകളൊക്കെയും സാഹിറുകളായിരുന്നു. മൂസ അലൈഹിസ്സലാം അവിടെ കാഴ്ചവെച്ചത് സിഹിർ ആയിരുന്നില്ല, ആഭിചാര ക്രിയ ആയിരുന്നില്ല, മറിച്ച് അത് ദൈവികമായി നൽകപ്പെട്ട ഒരു മൊയ്ജിസത്തായിരുന്നു എന്ന കാര്യം അവിടെ കൂടിയുന്നവർക്കൊക്കെ ബോധ്യപ്പെട്ടു. ആദ്യം ബോധ്യപ്പെട്ടത് സാഹിറുകൾക്ക് തന്നെയാണ്. തങ്ങൾ കാണിച്ചത് സിഹിറല്ല, തങ്ങൾ കാണിച്ചത് സിഹിറാണ്, പക്ഷെ മൂസ അലൈഹി ഇസ്ലാം കാണിച്ചത് സിഹിറല്ല, സിഹിർ കൊണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റൂല എന്ന കാര്യം സാഹിറുകൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അവര് വേഗം മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെയും പാതയിലേക്ക് നീങ്ങാൻ സന്നദ്ധരായി. അവര് സുജൂദിൽ വീഴുന്ന ഒരു കാര്യമാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അഗ്നികുണ്ഡം ഉണ്ടാക്കി അതിലേക്ക് എറിഞ്ഞ ഇറാഖിലെ പൗരപ്രമുഖരും നാട്ടുകാരും ഒക്കെ അത് ചെയ്യുന്നത് മുഴുവൻ ആളുകളുടെയും കൺമുന്നിൽ വെച്ചാവണം എന്ന് തീരുമാനിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. അവര് നോക്കി നിൽക്കെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട മറ്റുള്ളവര് വെന്ത് കരിഞ്ഞു പോയപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു പോറലും ഏൽക്കാതെ എണീറ്റ് നിൽക്കുന്നതാണ് അവർക്ക് കാണാൻ പറ്റിയത്. അവര് തന്നെ അവസരമുണ്ടാക്കി സ്വയം വലിയ പരാജയം ഏറ്റുവാങ്ങി എന്നതാണ് സത്യം. അറാദു ബിഹി കൈത, ഒരു തന്ത്രം ചെയ്തുകൊണ്ട് പയറ്റിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുക, അപായപ്പെടുത്തുക എന്നതായിരുന്നു അവര് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഫജഅൽനാഹും അൽ അഖ്സരീൻ,
നാം അവരെ തന്നെ ഏറ്റവും വലിയ പരാജിതരും നഷ്ടകാരികളുമാക്കി മാറ്റി. വനജ്ജയിനാഹു ലൂത്തൻ, വനജ്ജയിനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തി. വലൂത്തൻ, ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും ഇലൽ അർദില്ലത്തി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകർക്കായിട്ട് ആയിട്ട് നാം അനുഗ്രഹങ്ങൾ സജ്ജീകരിച്ചു വെച്ച, ലോകർക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി നാം അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച ഒരു നാട്ടിലേക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 2 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ബൈബിൾ നൽകുന്ന സൂചന. ഈ 2 സഹോദരങ്ങളിൽ ഒരാളുടെ പുത്രനായിരുന്നു ലൂത്ത് അലൈഹി ഇസ്ലാം, സഹോദരപുത്രൻ. 2 സഹോദരന്മാര് ബൈബിളിന്റെ വിവരണ പ്രകാരം നഹോറും ഹാറാനുമായിരുന്നു. നഹോറും ഹാറാനും. ഇതിലെ ഹാറാന്റെ പുത്രനാണ് ലൂത്ത് അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സമകാലികനായിട്ട് തന്നെ ജോർദാന്റെ പരിസരത്തുള്ള ചില പ്രദേശങ്ങളിൽ, സൊദൂം, ഗൊമോറ എന്നീ പട്ടണങ്ങളിലായിട്ട് ജനങ്ങളെ ദൈവിക മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ലൂത്ത് അലൈഹി ഇസ്ലാം. ലൈംഗിക അധാർമികതയുടെയും അരാജകത്വത്തിന്റെയും ഒക്കെ പേരിൽ ശിക്ഷ വാങ്ങേണ്ടി വന്ന പിൽക്കാലത്ത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം അതിന്റെ പൂർണ്ണതയിലെത്തിയതിനു ശേഷം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും നശിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള സമൂഹങ്ങളാണ് അവർ. അപ്പൊ ഇവര് 2 പേരും ഇറാഖിലെ ഊർ പ്രദേശത്തുകാരാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സഹോദര പുത്രനാണ് ഈ പറയപ്പെട്ട ലൂത്ത് അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇറാഖില് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്തിട്ട് അത് ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേരാൻ സന്നദ്ധനായ, ഖുർആൻ പരാമർശിക്കുന്ന ഒരേ ഒരാള് ലൂത്ത് അലൈഹി ഇസ്ലാമാണ്. എല്ലാവരെയും സത്യം ബോധ്യപ്പെടുത്താൻ ആ അഗ്നിപരീക്ഷണം നടന്നതോടുകൂടി തന്നെ സാധിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോടൊപ്പം ചേരാൻ ലൂത്ത് അലൈഹി ഇസ്ലാം അല്ലാതെ മറ്റാരും സന്നദ്ധരായതിന് യാതൊരു തെളിവും കാണാനില്ല. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടുന്ന് ഹിജ്റ ചെയ്യുകയാണ്. തന്നെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച, കരിച്ചു കളയാൻ ശ്രമിച്ച ആ സമൂഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമും അദ്ദേഹത്തെ ആദർശപാതയിൽ പിന്തുടരാൻ സന്നദ്ധനായ ലൂത്ത് അലൈഹി ഇസ്ലാമും ആ നാട് വിട്ടു പോവുകയാണ്. എന്നിട്ട് പോകുന്നത്, അള്ളാഹുവിടെ പറയുന്നത്, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ മാത്രമല്ല, ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും എങ്ങോട്ടാണ്? ഇലൽ അർദില്ലത്തി ബാറക്നാ ഫീഹ, നമ്മുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശത്തേക്ക്. ആർക്കു വേണ്ടിയാണ് അനുഗ്രഹങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്? ബാറക്നാ ഫീഹ ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടി, ലോക മനുഷ്യ സമൂഹത്തിന് വേണ്ടിയായിട്ട് നാം വളരെ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഭൂപ്രദേശത്തേക്കാണ് ഇരുവരെയും നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. ഹാജറ റളിയല്ലാഹു അൻഹയെയും പുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും മക്കയില് സഫയുടെയും മർവയുടെയും ഇടയിലായി തങ്ങുന്ന വിധത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ കൊണ്ടുചെന്നാക്കിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പോവുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ തട്ടകം, അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണ പ്രദേശമായിരുന്ന ഫലസ്തീൻ ഭൂപ്രദേശത്തേക്കാണ് പോകുന്നത്. ഫലസ്തീനിൽ 2000-ഓളം വർഷങ്ങൾ തുടരെയായിട്ട്
ദൈവിക ദൂതന്മാര് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭൂപ്രദേശം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പുത്രൻ യാക്കൂബ് അലൈഹിസ്സലാം തുടങ്ങി ബനൂ ഇസ്രായേൽ സമൂഹത്തില് രംഗത്ത് വന്ന ഒട്ടേറെ പ്രവാചകന്മാര് അള്ളാഹു ആ ഭൂപ്രദേശത്തെ ലോകത്തെ ഒന്നാകെ തന്നെ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ സ്ഥിരാകേന്ദ്രമായി, അതിന്റെ തലസ്ഥാനമായി നിശ്ചയിക്കുകയായിരുന്നു. സുലൈമാൻ അലൈഹിസ്സലാമും ദാവൂദ് അലൈഹിസ്സലാമും ഒക്കെ നേതൃത്വം കൊടുത്ത ഫലസ്തീൻ ജെറുസലേം ആസ്ഥാനമായിക്കൊണ്ടുള്ള ആ രാഷ്ട്രം ലോകത്തെ അറിയപ്പെടുന്ന ജനവാസമുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ അവരുടെ അധികാരത്തിന്റെയും അതുപോലെ ദൗത്യത്തിന്റെയും പ്രകടനം കാഴ്ചവെച്ചത് നമുക്ക് ഖുർആൻ തന്നെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കാലത്ത് ബൽഖീസ് രാജ്ഞിയോട് ബൽഖീസ് രാജ്ഞിയോട് സത്യമാർഗത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സന്ദേശം അയക്കുന്ന കാര്യമൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ലോക സമൂഹത്തിനുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ആ ഭൂപ്രദേശത്തെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഭൂപ്രദേശത്തെ നാം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നത് ഖുർആൻ വേറെയും സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ പറയുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ വിശദമായിട്ട് അത് കാണുകയുണ്ടായി. ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ലൂത്ത് അലൈഹി ഇസ്ലാമും പലായനം ചെയ്ത് പോകുന്നത് ആ ഭൂപ്രദേശത്തേക്കാണ്. ഖുർആനില് വ്യംഗ്യമായും വ്യക്തമായും ഒക്കെ പരാമർശങ്ങള് പലയിടങ്ങളിലായിട്ട് ഈ അനുഗ്രഹീതമായ ഭൂപ്രദേശത്തെ കുറിച്ച് കാണാൻ സാധിക്കും. വളരെ വിശിഷ്ടമായ അനുഗ്രഹങ്ങളുള്ള ഒരു പ്രദേശമാണത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശയാത്രക്ക് മെഹ്റാജ് നിർവഹിക്കുന്നത് അവിടെ വെച്ചാണ്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഇടത്തേക്കാണ് ഇസ്രാ നിർവഹിക്കുന്നത്. ഇസ്രാഇനെ തുടർന്ന് മെഹ്റാജ് നിർവഹിക്കുന്നത്, വാനലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരം നടത്തുന്നത് അവിടെ വെച്ചാണ്. വേറെയും ചില അത്ഭുതകരമായ സൂചനകൾ വിശുദ്ധ ഖുർആനിൽ ഈ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കും. അള്ളാഹു ലോകത്ത് ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രം നിലവിൽ വരുന്നതിന് കേന്ദ്രമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമാണിത്. ദീർഘമായ കാലം ആ വിധത്തിൽ പ്രവാചകന്മാരുടെയും അവരുടെ പിന്മുറക്കാരുടെയും ഒക്കെ നേതൃത്വത്തില് ആ ദൈവിക പാതയിൽ നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനം നിലനിന്നു പോന്നിട്ടുണ്ട്. സക്കരിയ അലൈഹിസ്സലാം സൂറത്ത് മറിയമിന്റെ തുടക്കത്തില് പ്രാർത്ഥിച്ച കാര്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. മറിയം റളിയല്ലാഹു അൻഹ ഭജനം ഇരുന്നത് മസ്ജിദുൽ അഖ്സയിലായിരുന്നല്ലോ. മറിയം റളിയല്ലാഹു അൻഹയുടെ ഭജനമുറി മിഹ്റാബില് അവരുടെ സംരക്ഷകനായിട്ടുണ്ടായിരുന്ന സക്കരിയ അലൈഹിസ്സലാം വന്നിരുന്ന ഘട്ടത്തിലൊക്കെ വിശിഷ്ടമായ രീതിയിൽ അവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകപ്പെട്ട കാര്യം കാണാനിടയായതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ വെച്ചാണ് സക്കരിയ അലൈഹിസ്സലാം തനിക്ക് തന്റെ ജീവിത ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗ്യനായ, ധാർമ്മികമായിട്ട് യോഗ്യനായ സ്വാലിഹായ ഒരു പുത്രനെ തന്റെ വാർദ്ധക്യത്തില് അള്ളാഹുവിനോട് യാതൊരു നിരാശയും ബാധിച്ചവനാവാതെ അങ്ങനെ ഒരു പുത്രനെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടതാണ് വിശദമായി. ആ ഭൂപ്രദേശത്തിന് ഇത്രയും വലിയ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി വരുന്നതിന്റെ തുടക്കമാണ് അള്ളാഹുവിടെ വിവരിക്കുന്നത്. വനജൈനാഹു വലൂതൻ ഇലൽ അർളില്ലത്തി ബാറക്നാ ഫീഹ ലിൽ ആലമീൻ. ലോകർക്ക് വേണ്ടി നാം അനുഗ്രഹങ്ങൾ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭൂപ്രദേശത്തേക്കാണ് അദ്ദേഹത്തെയും
അദ്ദേഹത്തെ പിൻപറ്റാൻ സന്നദ്ധനായ ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയുണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് വഹബ്നാ ലഹു ഇസ്ഹാഖ്, അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെ നൽകി. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ പുത്രൻ, സാറയുടെ കുഞ്ഞ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. വയാഖൂബ നാഫിലതൻ, അധികമായി പൗത്രൻ യാഖൂബിനെയും നൽകുകയുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു അനുഗ്രഹിച്ച അതിവിശിഷ്ടമായ രീതികളെയാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പുത്രനെ മാത്രമല്ല പൗത്രനെയും നൽകി. വകുല്ലൻ ജഅൽനാ സാലിഹീൻ, എല്ലാവരെയും നാം സുഹൃതവാന്മാരായ സച്ചരിതരായ ആളുകളാക്കി മാറ്റുകയും ചെയ്തു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് മകനെയും മക്കളെയും അതുപോലെ പൗത്രനെയും പ്രവാചകന്മാരാക്കി. പിന്മുറക്കാരായിട്ട് തുടരെ പ്രവാചകന്മാരെ ആ കുടുംബ പരമ്പരയിൽ അള്ളാഹു അയക്കുകയും ചെയ്തു. വജഅൽനാഹും അഇമ്മത്തൻ, അവരെ നാം നേതാക്കന്മാരാക്കുകയുണ്ടായി. യഹ്ദൂന ബി അംദിന, നമ്മുടെ കൽപ്പന പ്രകാരം ജനങ്ങളെ മാർഗദർശനം ചെയ്യുന്ന നേതാക്കന്മാരാക്കി. ഔഹൈന ഇലൈഹിം, എന്നിട്ട് നാം അവർക്ക് ദിവ്യബോധനം നൽകുകയും ചെയ്തു. ഫിഅലൽ ഖൈറാത്ത്, സുഹൃതങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയത്. ദിവ്യബോധനത്തിലൂടെ നൽകിയ നിർദ്ദേശം ഖൈറാത്ത് ചെയ്യാൻ വേണ്ടിയാണ്, സുഹൃതങ്ങൾ നന്മ ചെയ്യാൻ. വഇഖാമസ്സലാത്ത്, നമസ്കാരം നടപ്പിലാക്കാൻ. വഇതാഅ സകാത്ത്, സകാത്ത് നൽകുന്ന നടപടി നടപ്പിലാക്കാൻ. വകാനൂ ലനാ ആബിദീൻ, അവരൊക്കെയും തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യുന്ന, നമുക്ക് വഴിപ്പെട്ട ആളുകളായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഒരു ഏകദേശ ചിത്രമാണ് അള്ളാഹു ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഭാഗികമായിട്ട് ഇത് വരുന്നുള്ളൂ. വേറെ പല കാര്യങ്ങളും വേറെ പലയിടങ്ങളിലുമാണ് പരാമർശിക്കുന്നത്. ഈ കാര്യങ്ങളിൽ ഒട്ടും വളരെ കാര്യങ്ങളും ബൈബിളിൽ യാതൊരു പരാമർശവും ഇല്ല എന്ന് കാണാൻ കഴിയും. തീക്കുണ്ടത്തിൽ എറിയപ്പെട്ട കാര്യം, അതിലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വളരെ അസാധാരണമായ അനുഭവം ഉണ്ടായത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആദർശ മാർഗത്തില് പലായനം ചെയ്ത കാര്യം, അതുപോലെ ഈ ബൈബിളിൽ അദ്ദേഹം ഈ ഫലസ്തീൻ പ്രദേശത്തേക്ക് പോയ കാര്യം അദ്ദേഹത്തിന്റെ ജീവിതായോധനത്തിന് വേണ്ടി എന്നുള്ള സൂചനയാണ് നൽകപ്പെടുന്നത്. ഖുർആൻ വളരെ കൃത്യമായിട്ടും ദൈവിക മാർഗത്തിലുള്ള പലായനമായിരുന്നു അത് എന്നാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ ലൂത്ത് അലൈഹിസ്സലാം പറയുന്ന ഈ യാത്രയെക്കുറിച്ച് ലൂത്ത് അലൈഹിസ്സലാം പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ആമന ലഹു ലൂത്ത, അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ കൂട്ടാക്കിയത് ലൂത്ത് മാത്രമാണ്. വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ നാഥന്റെ മാർഗത്തില് പലായനം ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നഹു ഹുവൽ അസീസുൽ ഹക്കീം, യുക്തിജ്ഞനും പ്രതാപവാനുമായ എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ പലായനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂത്ത് അലൈഹിസ്സലാം സൂറത്തുൽ അങ്കബൂത്തിലെ 26-ാമത്തെ ആയത്താണ് ഈ കാര്യം പറയുന്നത്. അപ്പോ അത് ഹിജറ തന്നെയാണ്, മുഹാജിറായിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വിശദാംശങ്ങളൊന്നും ബൈബിളിൽ കാണാൻ കഴിയില്ല. എന്നല്ല, വളരെ കാൽപ്പനികമായ കുറെ കഥാവിവരണങ്ങൾ വേറെ അടിസ്ഥാനരഹിതമായത് കാണാൻ സാധിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ ഇത്തരം പൂർവിക പ്രവാചകന്മാരുടെ വിവരണങ്ങൾ ബൈബിളിൽ നിന്ന് പകർത്തി എഴുതിയതാണ് എന്ന ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നത് ആർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ ബൈബിളിലുള്ളത്. അത് ഖുർആനുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വലിയ അബദ്ധമാണ്, അത് പകർത്തി വെച്ചതാണ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഫലസ്തീനിലേക്കുള്ള യാത്ര, ഇറാഖിൽ നിന്ന് അദ്ദേഹം നാടുപേക്ഷിച്ചു പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഹിജ്റ ചെയ്തത് ലൂത്ത് അലൈഹിസ്സലാമാണ്. അവരിരുവരും
ഇറാഖിൽ നിന്ന് ഫലസ്തീനിലെത്തിയിട്ട് അവിടെ പിന്നെ ദീർഘമായ ഒരു കാലം ദൈവിക മാർഗത്തിൽ നിലകൊണ്ട പ്രവാചകന്മാരുടെ നിയന്ത്രണത്തില് ഒരു വലിയൊരു സമൂഹം, ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സമൂഹമായിട്ട് നിലകൊള്ളുകയായിരുന്നു. അത് സംബന്ധമായ സൂചനകളാണ് അള്ളാഹുവിടെ നൽകുന്നത്. ജഅൽനാഹും അയിമ്മത്തൻ, അവരെ നാം നേതാക്കന്മാരാക്കുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. സുലൈമാൻ അലൈഹിസ്ലാമും ദാവൂദ് അലൈഹിസ്ലാമും ഒക്കെ ലോകത്ത് അറിയപ്പെട്ടിരുന്ന റൂളിംഗ് സ്റ്റേറ്റിന്റെ അധിപന്മാരായിരുന്നു. ഇന്ന് അമേരിക്കയും ഇന്നലെ ബ്രിട്ടനും ഒക്കെ ഏതൊരു റോളിലാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉള്ളത്, അതേപോലെ ലോകത്തെ മുഴുവനായിട്ടും സ്വാധീനിച്ചും നിയന്ത്രിച്ചുമൊക്കെ അധിപന്മാരായിട്ടാണ്. എന്നാൽ അവർ ദൈവിക മാർഗത്തില് ദൈവിക മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിച്ചിരുന്ന ഭരണാധികാരികൾ കൂടിയായിരുന്നു എന്നതാണ് വസ്തുത. നാം അവർക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. ഫിഅലുൽ ഖൈറാത്ത്, സുഹൃതങ്ങൾ ചെയ്യാൻ, നന്മ ചെയ്യാൻ. അത് ചുരുക്കി പറഞ്ഞതാണ്. നന്മയുടെ വിശദാംശങ്ങളൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടാവും. സുഹൃതം ചെയ്യാനാണ് നിർദ്ദേശം. അതുപോലെ അള്ളാഹുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന നമസ്കാരം എന്ന സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ നടപ്പിൽ വരുത്താൻ, അതുപോലെ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളെ, അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ദൈവിക വിഭവങ്ങൾ മനുഷ്യർക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് സക്കാത്ത് നടപ്പിലാക്കുവാനും നാം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, അവന് അടിമപ്പെടുന്ന, അവന് വിധേയപ്പെടുന്നതിന് യാതൊരു വൈമനസ്യവും ഇല്ലാത്ത ആളുകളായിക്കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയുണ്ടായത് എന്നുകൂടി അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചേർത്ത് വായിക്കേണ്ട ചിലത് ഒരുമിച്ച് പരിഗണിക്കപ്പെട്ടത് കൊണ്ട് നീണ്ടുപോയതാണ്, ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.